ആയിരത്തി 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച ടാങ്കാണ്. ഒറിജിനൽ ടാങ്കാണ്. ഇതിപ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ പോലീസ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ബോട്ട്. ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇത് കടൽ പട്രോളിംഗ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. 2009 ഇത് നിർമ്മിച്ചത്. കൊൽക്കത്തയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 5 ടൺ ഭാരമുള്ള ഈ ബോട്ട് 2010 തമിഴ്നാട് പോലീസിൻ്റെ കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. സമുദ്രത്തിലെ അപകട സാധ്യതയുള്ള ഭീഷണികളെ നിരീക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഈ ബോട്ട് നിരവധി സമുദ്ര സുരക്ഷാ അഭ്യാസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളം മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മയക്കുമരുന്ന്, സ്വർണം എന്നിവയുടെ കള്ളക്കടത്ത് തടയുന്നതിനും ഈ ബോട്ട് ഉപയോഗിച്ചിരുന്നു. 2016 സേവനത്തിൽ നിന്ന് ഇത് ഒഴിവാക്കിയത് കേട്ടോ. ഇതൊരു മിസൈലാണ്, ഒറിജിനൽ മിസൈൽ. ടോർപിഡോ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് സ്വയം പ്രവർത്തിക്കുന്ന വെള്ളത്തിനടിയിലൂടെ നയിക്കപ്പെടുന്ന മിസൈലാണ്. കപ്പലിൽ നിന്ന്, അതുപോലെ അന്തർവാഹിനിയിൽ നിന്ന് അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നൊക്കെ വെള്ളത്തിലേക്ക് താഴ്ത്തി അതുപോലെ ലക്ഷ്യത്തിലെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൽ ശക്തമായ സ്ഫോടക വസ്തുക്കൾ നിറച്ചാണ് ഇത് തൊടുത്തിടുക. നിരവധി മൈലുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു മിസൈലാണ്. ഇതിൽ കട്ട കൊണ്ടു നോക്കിക്കഴിഞ്ഞോ, എത്ര കട്ടയാണ് അതിലറിയാം. ആ ബാലൻസാണ്. മാത്രമല്ല അത് കൈമാറാണ് ചെയ്യണത്, നേരെ കൊണ്ടുപോകല്ല. ആ വരുന്ന ആൾക്കത് കൈമാറും. ഉണ്ടോ, ആ ബാലൻസിങ് ആണ്. കോയമ്പത്തൂരിലെ ഒരു പ്രഭാതം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിന് മുൻവശമാണ്. തിരക്കേറിയ ടൗണാണ് കോയമ്പത്തൂർ. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. ലോക്മാന്യ തിലക് മുംബൈ കോയമ്പത്തൂർ എക്സ്പ്രസ്. ഇത് കോയമ്പത്തൂർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8:50. ഇതിൽ A6 ആണ് ഞങ്ങളുടെ സീറ്റുള്ളത്.